മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി, സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി ജീവിതത്തിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. വിവിധ അനുപാതത്തിൽ എന്നിലും നിങ്ങളിലുമൊക്കെ ഇതുണ്ട്. ഈ പ്രവണത ഒരുപക്ഷെ കലാകാരന്മാരിലായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് തൊഴിലിടങ്ങളിലും ഈവൻ കുടുംബങ്ങളിൽ പോലും ഇത്തരം ആൾക്കാരെ നമുക്ക് വളരെയേറെ കാണാൻ സാധിക്കും. ഈ ഒരു സ്വഭാവ വിശേഷത്തെക്കുറിച്ചാണ്, ഇത്തരം ആൾക്കാരെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ വി ജോർജ് മാത്യു നമ്മളോട് സംസാരിക്കുന്നത്. സർ, ആദ്യം വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ തുടങ്ങട്ടെ. ഒരു മനുഷ്യന് സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ സമൂഹത്തിന്റെ അപ്രൂവൽ എത്രത്തോളം അത്യാവശ്യമാണ്? ജീവികൾ പൊതുവെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിഡുവൽ സ്പീഷീസ് എന്ന് പറയും, മറ്റേത് കൊളോണിയൽ സ്പീഷീസ് എന്ന് പറയും. ഈ ഇൻഡിവിഡുവൽ സ്പീഷീസ് എന്ന് പറയുന്ന ജീവികൾ പൊതുവെ കൂടുതൽ സമയവും ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഈ കടുവ നല്ല ഒരു എക്സാമ്പിളാണ്. കടുവ ഇണചേരുന്ന സമയത്ത് മാത്രമേ വേറൊരു കടുവയോട് ഒരുമിച്ച് നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് തള്ളക്കടുവ കുഞ്ഞുങ്ങളുടെ കൂടെ കാണും. ബാക്കി സമയത്തൊക്കെ അത് ഒറ്റയ്ക്കാണ്. ഈ കൊളോണിയൽ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് എപ്പോഴും ഒരു ഗ്രൂപ്പിനോട് ചേർന്നാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. കാരണം ഒറ്റയ്ക്ക് മനുഷ്യൻ നിസ്സഹായനാണ്. പൊതുവെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമുക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് വേണം. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണമായിരിക്കാം, വേറൊരു ട്രൈബിൻ്റെ ആക്രമണമായിരിക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വേട്ടയാടാൻ പറ്റത്തില്ല. വലിയ മൃഗങ്ങളെ ഉള്ളെങ്കിൽ ഒരു കുറേ സംഘം ചേർന്ന് മാത്രമേ വേട്ടയാടാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇൻറ്റൻസീവ് ഫാമിംഗ് ആണെങ്കിൽ ഒറ്റയ്ക്ക് വയലൊന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല, ഒരുപാട് പേരുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും ഒരു കൊളോണിയൽ സ്പീഷീസ് ടൈപ്പാണ്. അപ്പോൾ ഇത് പല തലമുറകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസാണ്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫിസിക്കലായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരു ദ്വീപിൽ ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാമായിരിക്കും. പക്ഷെ അപ്പം നമുക്ക് അരക്ഷിത ബോധം ഉണ്ടാകും. അപ്പോൾ നമ്മൾക്കൊരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ നമുക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് വരുള്ളൂ. ഈ സുരക്ഷിത ബോധം ഒരു ഗ്രൂപ്പിൽ നിന്നേ കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിലുള്ള ഒരു മെസ്സേജാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഈ ചില ആളുകൾക്ക് ഒരു ഇൻസ്റ്റിങ്ക്ച്വൽ ട്രാൻസെൻഡൻസ് വന്നെന്ന് വരും. അങ്ങനെയുള്ളവർക്ക് ഈ പൊതുവെയുള്ള ഇൻസ്റ്റിങ്ക്ച്വൽ പ്രഷേഴ്സിൽ നിന്നെല്ലാം കുറച്ചൊക്കെ മോചനം കിട്ടിയെന്ന് വരും. അങ്ങനെയുള്ളവർക്ക് ഈ ഗ്രൂപ്പ് ഡിപ്പെൻഡൻസ് കുറവായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് ആ ഇൻസ്റ്റിങ്ക്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഈ ഗ്രൂപ്പ് കൂടിയേ തീരൂ. അവർക്ക് ഒറ്റയ്ക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പോലും പ്രയാസമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്കെല്ലാം ഇതുണ്ട്. അതായത് ഈ ഒരു ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ചിലർക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ മോചനം കിട്ടിയെന്ന് വരും എന്നേ ഉള്ളൂ. ഇത് വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യരെ മാത്രമല്ലല്ലോ സാർ. ഇപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും, ഇപ്പോൾ ഉദാഹരണത്തിന് അതിപ്പോൾ ഒരു കാറോ ജിലേബിയോ എന്തും ആകാം, അതും ഇതേ കാര്യം തന്നെയല്ലേ വിളിച്ചു പറയുന്നത്? എന്നെ മറക്കരുത്, എന്നെ അംഗീകരിക്കൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ലേ ഈ എല്ലാ ബിസിനസ്സിന്റെയും പിറകിൽ? ഇപ്പം എന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവിനെ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കൺഫോമിറ്റി മോട്ടീവുണ്ട്. നമ്മൾ സമൂഹത്തിനോട് ചേർന്ന് വേണം ജീവിക്കാൻ. അപ്പോൾ സമൂഹം അപ്രൂവ് ചെയ്യുന്നതിന് നമ്മളും അപ്രൂവ് ചെയ്യും. അപ്പോഴേ നമുക്ക് സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. അതായിരിക്കും ഈ കലാകാരന്മാരുടെ നിലനിൽപ്പ് പോലും പലപ്പോഴും അതിലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ എല്ലാ കലാസൃഷ്ടിയും സമൂഹത്തിന്റെ ഒരു അംഗീകാരത്തിനോ കയ്യടിക്കോ ഒക്കെ വേണ്ടി തന്നെയാണല്ലോ ഭൂരിപക്ഷം കലാകാരന്മാർ. അതിന് സ്വന്തം ആത്മസംതൃപ്തി എന്ന് പറഞ്ഞിട്ട് കവിതയൊക്കെ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ല, മൾട്ടിപ്പിൾ മോട്ടീവ്സ് ഉണ്ട് മനുഷ്യന്. അതിൽ ഒരു പ്രധാന ഘടകമാണ് ഈ ഗ്രൂപ്പ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അപ്രൂവൽ.
അതുകൊണ്ട് ഒരു ആത്മാവിഷ്കാരം എന്നൊന്നും ഇല്ലയെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുണ്ടായിരിക്കാം. അതിനുപരി പലപ്പോഴും കൂടുതൽ ശക്തമായിരിക്കുന്നത് ഈ മറ്റുള്ളവരുടെ കയ്യടി കിട്ടുക എന്നുള്ള ഒരു മോട്ടീവിനായിരിക്കും. ഈ ആത്മാവിഷ്കാരവും മറ്റുള്ളവരുടെ കയ്യടിയും ഒരുമിച്ച് വരുന്ന ആ സന്ദർഭങ്ങൾ എങ്ങനെയായിരിക്കും? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു മനഃശാസ്ത്രം ഉണ്ടാവും? അല്ല, രണ്ട് കമ്പോണന്റും ഉണ്ട്. അതോ സമൂഹത്തിന്റെ മനഃശാസ്ത്രം അറിയുന്ന കലാകാരനാണോ ചെയ്യാൻ പറ്റുന്നത്? അല്ല, രണ്ടും കോംപ്ലിമെന്ററിയാണ്, രണ്ടും കോൺട്രഡിക്ടറി അല്ല, ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നു. അത് മറ്റുള്ളവരുടെ കയ്യടി കൂടെ കിട്ടിയാൽ അത് അത്രയും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് രണ്ടാമത്തെ മറ്റുള്ളവരുടെ കയ്യടി ആയിരിക്കും കൂടുതൽ പ്രധാനം, ചിലർക്ക് ആത്മാവിഷ്കാര കമ്പോണൻ്റ് ആയിരിക്കും കൂടുതൽ പ്രധാനം. അതെ അതെ അതെ. സാർ, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞോട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഞാൻ ഈ വിഷ്വൽ മീഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഈ സോഹൻലാൽ എന്നുള്ള പേര്, കാരണം ഇപ്പൊ സ്കൂളിൽ ഞാൻ അങ്ങനെ കേരളത്തിൽ അങ്ങനെ വേറെ അധികം ആർക്ക് ആ പേര് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഒരു ഘട്ടം വരെ അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, എൻ്റെ പേര് എല്ലാവരും അറിയുക എന്നൊക്കെയുള്ള രീതിയിൽ. ഞാനും ആ തുടക്ക സമയത്ത് ഈ പല PR എക്സർസൈസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് തുടങ്ങിയ സമയത്ത്, പ്രധാനമായിട്ട് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എവിടെ പോയാലും സോഹൻലാൽ വർക്ക്ഷോപ്പ്, സോഹൻലാൽ ഹൽവ, എവിടെയും ഇതിങ്ങനെ നമ്മളുടെ ഇവിടെ ബിജു എന്നോ ശശി എന്നോ സുരേഷ് എന്നോ ഒക്കെ പറയുന്ന പോലത്തെ ഒരു പേരാണ് അവിടെ സോഹൻലാൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ പേരിനോടുള്ള ക്രേസ് ഒന്ന് കുറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്ന ഈ കലാസൃഷ്ടി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, അത് പോപ്പുലർ ആവുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല ആ സമയത്തൊക്കെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു രൂഢമൂലമായ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഒരു ക്ലാസിക്, ഇപ്പൊ കൊറസോവ, ഹെസ്ലോവിസ്കി പോലുള്ള അങ്ങനെ ഒരു ക്ലാസിക് ഫിലിംസ് ഇത് കാലാതിവർത്തിയാകുന്നു, മനുഷ്യാവസാനം വരെ അല്ലെങ്കിൽ ലോകാവസാനം വരെ, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു അവസാനം തന്നെ ഇല്ല, ഇത് എൻ്റെ ഒരു മരണശേഷവും ഇതിങ്ങനെ കാലാതിവർത്തിയായി യോജിച്ചു നിൽക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ഒരു നിലനിൽപ്പ് തന്നെ വളരെ അനിശ്ചിതത്വത്തിലാണ്, അല്ലെ? മനുഷ്യന്റെയോ ഭൂമിയുടെയോ നമ്മുടെ ഈ ലോകത്തിന്റെയോ ജീവിതത്തിന്റെയോ ഒക്കെ നിലനിൽപ്പ് തന്നെ ഒരു അനിശ്ചിതാവസ്ഥയിലായി നിൽക്കുന്ന സമയത്ത് ഈ ലിവിങ് ദ മൊമെന്റ് എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് എന്താണ് സാറിന് തോന്നുന്നത്? ഈ മനസ്സിൽ തോന്നുന്ന ഒരു ശരിയായ ദിശയിലേക്കാണോ? എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരോ ഒക്കെ ഈ തിരിച്ചറിവ് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. G.K. ചെസ്റ്റർട്ടൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഓഥറുണ്ട്. അദ്ദേഹം ഒരുപാട് എസ്സേസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു എസ്സേയിൽ ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യൻ കിടന്ന് പാടുപെടുന്നതിൻ്റെ നിരർത്ഥകത അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ. ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളുടെ നിരർത്ഥകത. അതെ അതെ അതെ. അത് ഈ കലാരംഗത്ത് മാത്രമല്ല, ഇപ്പം മനുഷ്യൻ എല്ലാ രംഗത്തും ഇപ്പോൾ പണം സമ്പാദിക്കുക, വലിയ വീട് വയ്ക്കുക, ഏറ്റവും വിലപിടിപ്പുള്ള കാർ വാങ്ങിക്കുക, ഇതെല്ലാം ബാക്കിയുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടാണ് ഓരോ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ച്വൽ മെക്കാനിസമാണ്. ഇതൊരു റാഷണലായിട്ട് ആരും ചെയ്യുന്നതല്ല. കാരണം എത്രയോ തലമുറകളായിട്ട് നമ്മൾ സർവൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പ് ബാക്കിയുള്ളവരുടെ അംഗീകാരത്തിലാണ്. കാരണം നമുക്ക് കൂടുതൽ അംഗീകാരം കിട്ടിയാൽ നമുക്ക് കൂടുതൽ വിഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു സംഘത്തിൽ ഒരു പ്രിമിറ്റീവ് ട്രൈബിൻ്റെ കൂടെ ഒരാളെ എല്ലാവരും അംഗീകരിക്കുന്നെങ്കിൽ ഫുഡ് കിട്ടിയാൽ കൂടുതൽ ആദ്യം ആൾക്ക് കിട്ടും, അല്ലെങ്കിൽ നല്ല ഭാഗങ്ങളാൾക്ക് കിട്ടും. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണ് അയാൾക്ക് കിട്ടും. അപ്പോൾ ഒരു അംഗീകാരം കൂടുതലുള്ള ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അയാളെ സഹായിക്കാനായിട്ട് കൂടുതൽ ആളുകൾ വരും.
ഇങ്ങനെ പല തലമുറകളായിട്ട് ഈ അംഗീകാരം നമുക്ക് പ്രയോജനപ്പെട്ടതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു വാഞ്ച നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചാൽ ഇതൊരു ഇറാഷണലാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ മരിച്ചാലും എൻ്റെ പേര് എന്നേക്കും നിൽക്കണം എന്നുള്ളത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു സ്മാരകമൊക്കെ കെട്ടിവെച്ചിട്ട് പോകും. അതെ 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 അതെ. ഈ കല്ലറ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാർബിൾ കൊണ്ടൊക്കെ കെട്ടിവെക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് ജോർജ് മാത്യു എന്നാണ്. അപ്പോൾ ഈ വി ജോർജ് മാത്യു എന്നുള്ള പേര് തന്നെ ഒരുപാട് പേരുണ്ട്. ഈ വി ജോർജ് മാത്യു എന്ന് പേരുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് പേരെടുത്തിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? വി ജോർജ് മാത്യു എന്നുള്ളത് ഏത് വി ജോർജ് മാത്യു എന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഈ പേര് നിലനിൽക്കുക എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും വാസ്തവത്തിലില്ല. പിന്നെ ഏറ്റവും അവസാനം പ്രളയം എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും എല്ലാം അവസാനിക്കും. അപ്പോൾ എന്നേക്കുമായിട്ട് ഒരാളുടെ പേര് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ നമ്മളുടെ സമയവും നമ്മളുടെ പ്രയത്നശേഷിയും എല്ലാം ഈ പേരിന് വേണ്ടി കളയുന്നത് വാസ്തവത്തിൽ വെറുതെ ഒരു വേസ്റ്റാണ്. വേസ്റ്റാണ്. അതെ അതെ. അതിൽ യാതൊരു കഥയും വാസ്തവത്തിലില്ല. വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു അഡ്വൈസാണ് സാറൊക്കെ പറഞ്ഞത്. സാർ, ഈ വിഷയം മനസ്സിൽ വന്നതിൻ്റെ പിറകിലൊരു കഥയത്തെ, അതൊരു രസകരമായ ഒരു ഇൻസിഡൻ്റാണ്. അതുകൊണ്ട് പറയാം. ഞാൻ ഈ ഒരു 2 ആഴ്ച മുന്നേ സിക്കിമിലേക്ക് ഒരു യാത്ര പോയി. അപ്പോൾ ഇവിടെ നിന്ന് കൊൽക്കത്തയിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഷിയാൽദ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിനിൽ സിലിഗുരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ടിക്കറ്റ് എക്സാമിന് വന്നു. ഇപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ട് പേര് പറഞ്ഞിട്ട് നിങ്ങളാണ് നിങ്ങളുടെ സീറ്റ് ഇരിക്കുമെന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് പറഞ്ഞു. എന്തോ ധൃതി അങ്ങനെ എന്തോ ആണ് ഇയാളിത് പറയുന്നത്. ഉടനെ ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് नो 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 दैट्स नॉट मी, वो तो मैं नहीं है, मेरा नाम तो ऐसा नहीं है. तुम तो ध्रुवी है ना? नहीं नहीं, ध्रुवी नहीं है, मेरा नाम तो പൃഥ്വി ഹേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ സിലിഗുരി എത്തുന്നവരെ അത് എന്നെയും ഈ പേര് ഇങ്ങനെയാണ് പറയുന്നത്. കറക്റ്റ്, പൃഥ്വി എന്ന് പറയുന്നത്. ഒരു ഭാവം നല്ല നല്ല കുട്ടിയായിരുന്നു. പക്ഷെ അതിനിങ്ങനെ സ്വന്തം പേരിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ ഒന്ന് തെറ്റായി ഉച്ചരിച്ചപ്പോൾ പോലും അത് ഞാനല്ല എന്ന് പറയുന്ന ഒരു അതിങ്ങനെ ആ യാത്രയിലായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചത്. സാറും അത്തരത്തിലുള്ള പലരെയും കണ്ടുകൂട്ടിയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ പേരിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതെ അതെ അതെ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഏതോ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബില്ലോ മറ്റോ വന്നപ്പോൾ അവരുടെ പേരിന്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി. അവരത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തത് ഞാനല്ല, അത് കറക്റ്റ് സ്പെല്ലിങ് അടിച്ചു തരണമെന്ന് പറഞ്ഞു. സാർ, ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ പലപ്പോഴും അത് ചെയ്യുന്ന ആൾക്ക് തന്നെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമായിട്ട് ആരെങ്കിലും സാറിനെ സമീപിച്ചിട്ടുണ്ടോ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള ഒരു നിലയിൽ? കഴിഞ്ഞ തലമുറയിലെ വളരെ പ്രശസ്തനായ ഒരു സിനിമ നടനെ ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പേരും പ്രശസ്തിയുമൊക്കെ ഒരു ലിമിറ്റ് വരെ നല്ലതാണ്, അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ വയ്യ. കാരണം ഞാൻ റോഡിലിറങ്ങി നടന്ന എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, ചിലർ ഓടി വന്ന് കൈ പിടിക്കും. പിന്നെ സാധാരണ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ വയ്യ. ചുരുക്കത്തിൽ ഞാൻ ഇന്ന് ഒരു തടങ്കലിലാണ് ജീവിക്കുന്നത്. എനിക്ക് പ്രൈവസി ഇല്ല, എപ്പോഴും ആളുകൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു ശല്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് ഒരു കഴിഞ്ഞ തലമുറയിലെ ഒരു പ്രശസ്ത നടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സമ്പത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വലിയ വീട് വെക്കുന്നവർ പലപ്പോഴും
ഈ ക്രിമിനൽസിൻ്റെ ടാർഗറ്റ് ആകാറുണ്ട്. ഈ വലിയ പണക്കാരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക, കൊടുത്തില്ലെങ്കിൽ മക്കളെ കൊന്നുകളയുക. പിന്നെ അവരെ തന്നെ പലപ്പോഴും ആളുകൾ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുക. ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള സംഗതികളാണ്. ഇപ്പോൾ ബോംബെയിൽ ഈ ക്രിമിനൽ ഗാങ്സ് ഉണ്ട്. അവർ കൂടുതൽ പണവും പ്രശസ്തിയും ഉള്ളവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർ ഇത്ര രൂപ നമുക്ക് തരണമില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയും. പലരും ഭയപ്പെട്ട് അത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ദൂഷ്യവശങ്ങളുമുണ്ട്. നമ്മൾക്ക് സമ്പത്തോ പേരോ പ്രശസ്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അളവ് കഴിയുമ്പോൾ അത് നമുക്ക് ദൂഷ്യകരമായിട്ട് തീരും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.